ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 13 ബൈബിൾ ക്വിസ്. ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ യഹോവ അവരെ എത്ര സംവത്സരത്തോളമാണ് ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? 40 സംവത്സരത്തോളം. ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ യഹോവ അവരെ 40 വർഷത്തേക്ക് ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്? ഫിലിസ്ത്യരുടെ. സോരാഥ്യനായ പുരുഷന്റെ പേര് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഗോത്രം എന്തായിരുന്നു? മനോഹ, ദാൻ ഗോത്രം. മനോഹയുടെ ഭാര്യയ്ക്ക് എന്ത് ശാരീരികാവസ്ഥയാണ് അനുഭവപ്പെട്ടത്? മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആരാണ് മനോഹയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷനായത്? യഹോവയുടെ ദൂതൻ. യഹോവയുടെ ദൂതൻ മനോഹയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത് എന്താണ്? നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. മനോഹയുടെ ഭാര്യയോട് എന്തു തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുതെന്നാണ് യഹോവയുടെ ദൂതൻ പറഞ്ഞത്? വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലന്റെ തലയിൽ എന്ത് തൊടുവിക്കരുതെന്നാണ് യഹോവയുടെ ദൂതൻ മനോഹയുടെ ഭാര്യയോട് പറഞ്ഞത്? ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ആരായിരിക്കുമെന്നാണ് യഹോവയുടെ ദൂതൻ പറഞ്ഞത്? ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ആരുടെ കയ്യിൽ നിന്ന് ഇസ്രയേലിനെ രക്ഷിപ്പാൻ തുടങ്ങും എന്നാണ് യഹോവയുടെ ദൂതൻ പറഞ്ഞത്? ഫെലിസ്ത്യരുടെ. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് തന്റെ അടുക്കൽ വന്ന ദൈവപുരുഷനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരം ആയിരുന്നു. ദൈവപുരുഷനോട് മനോഹയുടെ ഭാര്യ എന്ത് ചോദിച്ചില്ല? അവൻ എവിടെ നിന്നെന്ന് അവനോട് ചോദിച്ചില്ല. ദൈവപുരുഷൻ തന്നോട് എന്തു പറഞ്ഞില്ല എന്നാണ് മനോഹയുടെ ഭാര്യ മനോഹയോട് പറയുന്നത്? തന്റെ പേര്. തന്റെ അടുക്കൽ വന്നിരുന്ന ദൈവപുരുഷൻ തന്നോട് എന്തെല്ലാം പറഞ്ഞു എന്നാണ് മനോഹയുടെ ഭാര്യ മനോഹയോട് പറഞ്ഞത്? നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് തന്റെ അടുക്കൽ വന്ന ദൈവപുരുഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനോഹ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്താണ്? കർത്താവെ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആരാണ് മനോഹയുടെ പ്രാർത്ഥന കേട്ടത്? യഹോവ.
ആരാണ് വീണ്ടും മനോഹയുടെ ഭാര്യയുടെ അടുക്കൽ വന്നത്? ദൈവദൂതൻ. ദൈവദൂതൻ മനോഹയുടെ ഭാര്യയുടെ അടുക്കൽ വന്നപ്പോൾ അവൾ എവിടെ ഇരിക്കയായിരുന്നു? വയലിൽ. ദൈവദൂതൻ മനോഹയുടെ ഭാര്യയുടെ അടുക്കൽ വന്നപ്പോൾ ആര് അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല? അവളുടെ ഭർത്താവ് മനോഹ. ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചതെന്ത്? അന്ന് എന്റെ അടുക്കൽ വന്ന ആൾ ഇതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. മനോഹ ഉടനെ എഴുന്നേറ്റ് ഭാര്യയോടുകൂടെ ചെന്ന് ആ പുരുഷന്റെ അടുക്കൽ എത്തി അവനോട് ചോദിച്ചതെന്ത്? ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് ചോദിച്ചു. ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് ചോദിച്ചപ്പോൾ ദൈവപുരുഷൻ പറഞ്ഞതെന്ത്? ഞാൻ തന്നെ. മനോഹ ദൈവദൂതനിൽ നിന്ന് ബാലനെ സംബന്ധിച്ച എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചു? ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? അവനെ സംബന്ധിച്ച് എന്തു ചെയ്യണം? മനോഹയുടെ ബാലനെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ദൈവദൂതൻ താൻ ആരോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്തിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യരുതെന്നാണ് യഹോവയുടെ ദൂതൻ മനോഹയോട് പറയുന്നത്. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. മനോഹയുടെ ഭാര്യ എന്ത് ആചരിക്കണമെന്നാണ് യഹോവയുടെ ദൂതൻ പറഞ്ഞത്? യഹോവയുടെ ദൂതൻ അവളോട് കൽപ്പിച്ചതൊക്കെയും. ഞങ്ങൾ എന്തു പാകം ചെയ്യും വരെ താമസിക്കണമേ എന്നാണ് മനോഹ ദൈവദൂതനോട് പറഞ്ഞത്. ഒരു കോലാട്ടിൻകുട്ടിയെ പാകം ചെയ്യും വരെ. നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ എന്ത് കഴിക്കയില്ല എന്നാണ് യഹോവയുടെ ദൂതൻ പറഞ്ഞത്. നിന്റെ ആഹാരം. നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കയില്ല എന്ന് പറഞ്ഞതിന് ശേഷം മനോഹ എന്ത് ചെയ്യണമെന്നാണ് ദൈവദൂതൻ നിർദ്ദേശിച്ചത്? ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതനാണെന്ന് അറിയാതിരുന്ന മനോഹ യഹോവയുടെ ദൂതനോട് ചോദിച്ചതെന്ത്? നിന്റെ വചനം നിവർത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് മനോഹ യഹോവയുടെ ദൂതനോട് പേര് ചോദിച്ചത്? യഹോവയുടെ ദൂതന്റെ വചനം നിവർത്തിയാകുമ്പോൾ അവർക്ക് അവനെ ബഹുമാനിക്കേണ്ടതിന്.
മനോഹ യഹോവയുടെ ദൂതനോട് പേര് ചോദിച്ചപ്പോൾ യഹോവയുടെ ദൂതൻ എങ്ങനെ മറുപടി നൽകി? എന്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളത് എന്നു പറഞ്ഞു. മനോഹ എന്തെല്ലാം കൊണ്ടുവന്ന് യഹോവയ്ക്ക് യാഗം കഴിച്ചു? ഒരു കോലാട്ടിൻ കുട്ടിയെയും ഭോജനയാഗത്തെയും. ഒരു കോലാട്ടിൻ കുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് എവിടെ വെച്ചാണ് യഹോവയ്ക്ക് യാഗം കഴിച്ചത്? ഒരു പാറമേൽ. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ യഹോവ എന്ത് അതിശയമാണ് പ്രവർത്തിച്ചത്? അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ സംഭവിച്ചതെന്ത്? യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോകുന്നത് കണ്ട് മനോഹയും ഭാര്യയും എന്തു ചെയ്തു? സാഷ്ടാംഗം വീണു. ആരെ കണ്ടതുകൊണ്ട് നാം മരിച്ചുപോകും എന്നാണ് മനോഹ ഭാര്യയോട് പറയുന്നത്? ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചുപോകും എന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ എന്തെല്ലാം ചെയ്യുകയില്ലായിരുന്നു എന്നാണ് മനോഹയുടെ ഭാര്യ മനോഹയോട് പറയുന്നത്. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. മനോഹയുടെ ഭാര്യ പ്രസവിച്ച മകന് എന്ത് പേരിട്ടു? ശിംശോൻ. യഹോവയുടെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ച് തുടങ്ങിയത് എവിടെ വെച്ച്? സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.